ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. സുരഭി പറയുകയാണ്, ഇതുപോലെ രഹസ്യബന്ധമുള്ള ഒരുത്തനാണ് നീ എന്നറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മോളെ ഞാൻ ഇങ്ങോട്ടേക്ക് കെട്ടിച്ചയക്കില്ലായിരുന്നു. ഇനി ഇതിവിടെ വെച്ചോണ്ട് പോകാൻ പറ്റില്ല. ഇനി ഈ നിമിഷം ഇവൻ എനിക്ക് സത്യം ചെയ്തു തരണം, അശ്വതിയെ കാണാനായിട്ട് ഇവൻ ഇനി പോകില്ലെന്ന്. എൻ്റെ മോൾക്ക് എന്താണ് ഒരു കുറവ്? സൗന്ദര്യമില്ലേ, പണമില്ലേ, നിന്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോവുമല്ലേ? നീ ഇപ്പോ ഇവിടെ വെച്ച് തന്നെ സത്യം ചെയ്തു തരണം, ഇനി അശ്വതിയുമായിട്ട് നിനക്ക് ഒരു ബന്ധവും ഉണ്ടാകില്ലെന്ന്. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, അരുൺ എന്താ മമ്മി പറഞ്ഞത് കേട്ടില്ലേ? പെട്ടെന്ന് സത്യം ചെയ്തു, ഇല്ലെങ്കിൽ എന്റെ മമ്മി ആരാണെന്നേ അരുൺ അറിയും. ഇത് കേൾക്കുന്ന അരുൺ പുച്ഛത്തോടെ ഐശ്വര്യയും സുരഭിയെയും നോക്കുകയാണ്. അങ്ങനെ സത്യം ചെയ്യാൻ പറഞ്ഞ് സുരഭി കൈനീട്ടുമ്പോ അരുൺ ദേഷ്യത്തോടെ പറയുകയാണ്, ദേ അമ്മേ, ഇവളെ തന്നെ എനിക്കിവിടെ സഹിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കൂടെ ഇവളുടെ അമ്മയും കൂടെ ആകുമ്പോഴേ മര്യാദയ്ക്ക് പറഞ്ഞു വിട്ടോണം. നാളെ ഇവരിവിടെ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിലേ ഞാൻ ഉണ്ടാകില്ല. അത്രയും പറഞ്ഞ് അരുൺ ദേഷ്യത്തോടെ അകത്തേക്ക് പോകുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അമ്മേ, അരുണിനെ വിളിച്ചേ, ഈ കാര്യത്തിന് ഒരു തീരുമാനമുണ്ടാക്കിയിട്ട് പോയാൽ മതി. ഇത് കേൾക്കുന്ന വസുന്ധരയും ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. ശ്യാമേ, അമൃതേട്ടത്തി, നിങ്ങളെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കാൻ പറയാൻ ഐശ്വര്യ പറയുമ്പോൾ അവരും അവിടെ നിന്ന് മിണ്ടാതെ പോവുകയാണ്. തുടർന്ന് സുരഭി പറയുകയാണ്, എൻ്റെ മോളെ, നീ വിഷമിക്കണ്ട. അരുണിന് ഒത്താശ ചെയ്യുന്നവരെല്ലാം ഈ സുരഭി ഇവിടുന്ന് ഒരു പാഠം പഠിപ്പിച്ചിട്ടേ പോകൂ. പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തോടെ നിൽക്കുന്ന അരുണിനെയാണ്. അരുണിന്റെ അടുത്തേക്ക് ശ്യാമയും അമൃതയും ചെല്ലുന്നു. തുടർന്ന് ശ്യാമ അരുണിനെ സമാധാനപ്പെടുത്തുമ്പോൾ അരുൺ പറയുകയാണ്, ഐശ്വര്യയെ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോഴാ അവളുടെ അമ്മ രണ്ടു കുരിശും കൂടി എൻ്റെ നേരെയാണല്ലോ വരുന്നത്. ഇതിന്റെ വയറ്റിലല്ലേ ഐശ്വര്യ പിറന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ സ്വഭാവത്തിന് ഒന്നും പറയാനേ പറ്റില്ല. ഐശ്വര്യയുടെ അമ്മയുടെ കാര്യം പറയാനാ അരുണേട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ശ്യാമ പറയുമ്പോൾ അവരുടെ ഒരു കാര്യവും എനിക്ക് കേൾക്കണ്ടെന്ന് അരുൺ പറയുന്നു. ഇല്ലേട്ടാ, ഇതേട്ടൻ കേൾക്കണം. ഐശ്വര്യയുടെ നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും തിരിമറി നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് ഞാൻ കുറച്ചൊക്കെ കേട്ടിരുന്നു, അതാ ഞാൻ പറഞ്ഞത്. ഇടയ്ക്ക് ഐശ്വര്യ വൈസ് ചെയർപേഴ്സൺ ആയ സമയത്ത് കമ്പനിയിൽ ക്യാഷിന്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായില്ലേ? അതെല്ലാം ഐശ്വര്യ അടിച്ചുമാറ്റി അമ്മയ്ക്ക് കൊടുത്തതാണോ എന്ന് ഒരു സംശയമുണ്ടെന്ന് അമൃതയും പറയുന്നു. സത്യത്തിൽ ഐശ്വര്യടത്തിയല്ല പ്രശ്നം, അവരുടെ അമ്മയാണെന്നാ തോന്നുന്നത്. ആ അമ്മയാണെന്ന് തോന്നുന്നു നിർബന്ധിച്ച് എല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്ന് ശ്യാമയും പറയുമ്പോൾ അമൃത പറയുകയാണ്, എന്താണെങ്കിലും അരുൺ, നമുക്കിതെല്ലാം ഒന്ന് കണ്ടുപിടിക്കണം. എന്താണെങ്കിലും അരുൺ, ഐശ്വര്യയുടെ അമ്മ ഇവിടെ എന്ത് ഉടായിപ്പാ കാണിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് അമൃത പറയുമ്പോൾ ഇനി എന്തെങ്കിലും സൂചന കിട്ടുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പറയാൻ അരുണും പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. വസുന്ധര തൊട്ടില് പണിയാനായി ഒരു ആശാരിയെ വിളിപ്പിച്ചിരിക്കുകയാണ്. തേക്കിന്റെയോ ഈട്ടിയുടെയോ മതി അല്ലേ ആനന്ദേട്ടാ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ, എന്തിനാ വസു ഇപ്പോഴേ തൊട്ടിലെല്ലാം ഉണ്ടാക്കുന്നത്, നമുക്ക് വാങ്ങിയ പോരെയെന്ന് വർമ്മ ചോദിക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് ഐശ്വര്യയും സുരഭിയും കൂടി വരുന്നു. നിലമ്പൂർ തേക്ക് തന്നെ മതിയെന്ന് വസുന്ധര പറയുമ്പോൾ സുരഭി പറയുകയാണ്, എന്തിനാ തേക്ക്? മിസ് കേരളയുടെ കുഞ്ഞിന് കിടക്കാനല്ലേ, ചന്ദനം കൊണ്ട് തന്നെ തൊട്ടിലുണ്ടാക്കിയാൽ മതി. മേഡം, അതൊരു പീസിന് വലിയ വിലയാകുമെന്ന് ആശാരി പറയുമ്പോൾ സുരഭി പറയുകയാണ്, പിന്നെ ഈ നിൽക്കുന്ന മേഡത്തിന് അതിനുള്ള കഴിവില്ലെന്നാണോ നീ പറയുന്നത്? വസുന്ധരെ, ഓർഡർ കൊടുത്തേക്ക്, ഒരു 10 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തേക്കാൻ സുരഭി പറയുന്നു. അതേസമയം അരുണും ശ്യാമയും അമൃതയും അങ്ങോട്ടേക്ക് വരികയാണ്. തുടർന്ന് വർമ്മ പറയുകയാണ്, ചന്ദനം വേണ്ടെന്നാ എൻ്റെ അഭിപ്രായം. എൻ്റെ ആനന്ദേട്ടാ, ക്യാഷ് എന്തിനാ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുന്നത്? മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ എടുത്ത് ചിലവാക്കാൻ നോക്ക്. നിങ്ങൾ പറഞ്ഞത് കേട്ടോ, ഒരു തൊട്ടില്ലേ പൂർണ്ണമായും ചന്ദനത്തിൽ തന്നെ വേണം ഉണ്ടാക്കാൻ. മറ്റൊന്ന് തനിക്കിഷ്ടമുള്ള തടിയിൽ ഉണ്ടാക്കിയാൽ മതിയെന്നും സുരഭി പറയുന്നു. എൻ്റെ വസുന്ധരേടത്തി മടിച്ചു നിൽക്കാതെ ആ അഡ്വാൻസ് അങ്ങ് കൊടുത്തേ. ഇത് കേൾക്കുന്ന അരുൺ പറയുകയാണ്, അതെ, 10 ലക്ഷം രൂപ അഡ്വാൻസ് ആര് കൊടുത്താലും ഇയാൾ വാങ്ങും. ഇത് കേൾക്കുന്ന സുരഭിയും ഐശ്വര്യയും ഞെട്ടലോടെ നിൽക്കുകയാണ്. അയ്യോ, ഇവിടെ വസുന്ധരയുടെ തേക്ക് ഉള്ളപ്പോ ഞാൻ കൊടുക്കാനോ? ഞാൻ കൊടുക്കില്ലെന്ന് സുരഭി പറയുമ്പോൾ എൻ്റെ മമ്മി കൊടുക്കില്ല, അത് ഞങ്ങൾക്ക് നാണക്കേടാണെന്ന് ഐശ്വര്യയും പറയുന്നു. ഇത് കേൾക്കുന്ന വർമ്മയും ശ്യാമയും ഒക്കെ പറയുകയാണ്, ഒരു നാണക്കേടുമില്ല, സുരഭി തന്നെ അഡ്വാൻസ് കൊടുത്തോളാൻ വർമ്മ പറയുമ്പോൾ അവർക്ക് വിഷമമൊന്നുമില്ല, നിങ്ങൾ തന്നെ കൊടുത്തോളാൻ ശ്യാമയും പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന സുരഭിയും ഐശ്വര്യയും ഞെട്ടലോടെ നിൽക്കുമ്പോൾ വസുന്ധരയും വർമ്മയും ഒക്കെ മാറി നിന്ന് ചിരിക്കുകയാണ് എന്ന് അരുൺ പറയുകയാണ്. പിന്നെ ഈ അഡ്വാൻസ് കൊടുത്തിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്, കുറെ ഡോളർ മുടക്കി പെട്ടിയിലൊക്കെ എന്തൊക്കെയോ കൊണ്ടുവന്നെന്നല്ലേ പറഞ്ഞത്, എനിക്ക് അതൊക്കെ ഒന്ന് കാണണം. ഇത് കേൾക്കുന്ന ഐശ്വര്യയും സുരഭിയും ഞെട്ടലോടെ നിൽക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, ആദ്യം ചന്ദനത്തൊട്ടിലിന്റെ കാര്യത്തിൽ തീരുമാനമാകട്ടെ, എന്നിട്ട് മതി പെട്ടി തുറക്കുന്നത്. ഏതു തരത്തിലുള്ള ചന്ദനമാ വേണ്ടതെന്ന് ആശാരി ചോദിക്കുമ്പോൾ തന്നെ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത്, ഇറങ്ങിപ്പോക്കൊള്ളാൻ സുരഭി പറയുന്നു.
ഇത് കേൾക്കുന്ന വസുന്ധര അയാളോട് പറയുകയാണ്, ഇട്ടി വേണോ തേക്ക് വേണോ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. തുടർന്ന് അയാൾ അവിടുന്ന് പോയതിനു ശേഷം അരുൺ പറയുകയാണ്, ഇനി നമുക്ക് പെട്ടി തുറക്കാം. പെട്ടിയിൽ ഇവർ വല്ല ബോംബാണോ കൊണ്ടുവന്നതെന്ന് ആർക്കറിയാം. എടാ അരുണേ, പെട്ടിയും ബാഗുമൊക്കെ തുറക്കുക എന്ന് വെച്ചാൽ അതൊക്കെ മോശമല്ലേ എന്ന് വർമ്മ ചോദിക്കുമ്പോൾ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയണമെന്ന് അരുൺ പറയുന്നു. ഇത് കേൾക്കുന്ന സുരഭി ശ്യാമയെ തള്ളിമാറ്റി ഐശ്വര്യം കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് ഓടുകയാണ്. പിന്നാലെ തന്നെ എല്ലാവരും ഓടിക്കേറാൻ ശ്രമിക്കുമ്പോൾ സുരഭി കഥ കടയ്ക്കാൻ ശ്രമിക്കുകയാണ്. തുടർന്ന് പെട്ടി രണ്ടും പിടിച്ചിട്ട് സുരഭി പറയുകയാണ്, എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളാ, ഇതൊന്നും നിങ്ങൾ കാണാൻ ഞാൻ സമ്മതിക്കില്ല. പറ്റില്ലല്ലോ, ഈ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്നത് എന്താണെന്നേ ഞങ്ങൾക്കറിയണമെന്ന് അരുൺ പറയുന്നു. എൻ്റെ മമ്മി ഒന്ന് മാറി നിൽക്ക്, അവരാ പെട്ടിയിലുള്ളത് എന്താണെന്ന് കണ്ടോട്ടെ. ശ്യാമയുടെ അച്ഛനും അമ്മയും കൊണ്ടുവന്നത് എന്താണെന്ന് ഇവരെല്ലാവരും കണ്ടതായിരുന്നല്ലോ. ഈ പെട്ടിയിലുള്ള ഐറ്റംസ് ഒക്കെ കണ്ട് ശ്യാമയുടെ കണ്ണ് തള്ളട്ടെ. തുടർന്ന് വസുന്ധരയും വർമ്മയും അരുണും പെട്ടി തുറക്കാൻ വാശി പിടിക്കുമ്പോൾ തുറക്കണ്ടെന്ന് സുരഭിയും പറയുന്നു. അങ്ങനെ വീണ്ടും സുരഭി പെട്ടി തുറക്കാൻ സമ്മതിക്കാത്തത് കാണുമ്പോൾ വർമ്മ പറയുകയാണ്, എന്തോ പ്രശ്നമുണ്ടല്ലോ, ഇനി എന്താണെങ്കിലും പെട്ടി തുറന്നേ പറ്റൂ. കേൾക്കുന്ന വസുന്ധരയും അരുണിനോട് പെട്ടി തുറക്കാൻ പറ്റുമ്പോൾ ശ്യാമ താക്കോലെടുത്ത് അരുണിന് നൽകുകയാണ്. അങ്ങനെ അരുൺ പെട്ടി തുറക്കാൻ പോകുന്നു. ഇത് കണ്ട് ഞെട്ടലോടെയും ഭയത്തോടെയും നിൽക്കുകയാണ് സുരഭി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.